ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, നമ്മുടെ ആ ഒരു ആശങ്കയൊക്കെ മാറി, നമുക്കിനി പരീക്ഷയ്ക്ക് വളരെ സ്ട്രോങ് ആയി തയ്യാറെടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. അപ്പോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പരീക്ഷ അടുക്കുന്ന സമയത്തിലേക്ക് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പെട്ടെന്നൊന്ന് നോക്കിയാൽ ഓടിച്ചിട്ട് നമുക്ക് കിട്ടാൻ കഴിയുന്ന കുറേയധികം ഇൻഫോർമേഷൻസ് വളരെ ഷോർട്ട് നോട്ടാക്കി ചെയ്യുന്ന എങ്ങനെ എന്നുള്ളത് അറിയുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പൊ എക്സാമിന് നമ്മൾ ഇപ്പോ HSC എക്സാമിനേഷന് പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഡെപ്തിൽ, അതായത് കഴിഞ്ഞ മുൻകാലങ്ങളിലെ ചോദ്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള പാറ്റേൺ ചോദ്യങ്ങൾ നമ്മൾ നന്നായി ഫേസ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലെ. നമുക്ക് ഉറപ്പായും പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. ഇപ്പോ HSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ, അതിപ്പോ സോഷ്യൽ സയൻസുകാരാണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു HSC പാർട്ട് എ പോർഷൻ പഠിക്കേണ്ട ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഗുണമാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലെ. ഇപ്പൊ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇത് കൺഫ്യൂഷൻ ആകുന്നു എന്നുള്ളതാണ്. ഒന്ന് ഇയർ കൺഫ്യൂഷൻ ആകും, ചിലപ്പോൾ ഇൻസിഡൻസ് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളത് കൺഫ്യൂഷൻ ആകും. ഇത് ആപ്ലിക്കേഷൻ മെത്തേഡ് ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ അതിനെ ചിന്തിപ്പിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്കൊരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാറില്ല അല്ലെ. ഏത് സിനിമയുടെ ഡയലോഗ് ഏത് സമയം പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഇന്ന സിനിമയാണ് അല്ലെങ്കിൽ ആ ആക്ടറുടെ എങ്കിലും മുഖം ഓർമ്മ വരുന്നവരാണ് നമ്മളെല്ലാവരും. ബഹുഭൂരിപക്ഷം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ ചിത്രങ്ങൾക്കും ചലച്ചിത്രങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് അതിനെ കൂടുതൽ ഡെപ്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമുക്ക് അതിന്റെ കഥകൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഭൗമശാസ്ത്രപരമായി ആ സംഭവങ്ങൾ നടന്നത് എങ്ങനെ എന്നുകൂടി മനസ്സിലാക്കിയാൽ, അതായത് ജോഗ്രഫിയുമായിട്ട് നമ്മൾ ഹിസ്റ്ററിയെ കുറച്ചുകൂടി കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് പറ്റിയാൽ അത് മറ്റൊരു നല്ല മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ജോഗ്രഫിക്കലി നമ്മൾ ഇന്ത്യയുടെ ഫീച്ചേഴ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ വളരെ എളുപ്പം പഠിക്കാം. ഒപ്പം നമ്മൾ ഹിസ്റ്ററിയോടൊപ്പം തന്നെ നമുക്ക് ജോഗ്രഫി ഒരു കുറച്ച് ശതമാനമെങ്കിലും നമുക്ക് കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ HSC സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പാർട്ട് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിനൈസൻസ് ഉണ്ട്, അതേപോലെ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഇനി സോഷ്യൽ സയൻസുകാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ പാർട്ട് ബിയിൽ വരുന്ന മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഒക്കെ നമുക്ക് സോഷ്യൽ സയൻസിൽ കൂടുതൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് വരുന്ന അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട 2 മൊഡ്യൂളുകളാണ് നമുക്ക് നിലവിൽ തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ നമുക്കിത് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഉദാഹരണത്തിന്, നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു മേഖലയാണ് നമ്മളുടെ ബ്രിട്ടീഷ് ആധിപത്യം എന്നുള്ളത് അല്ലെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ. ബ്രിട്ടീഷ് ആധിപത്യം അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വ്യാപനം ഉണ്ടായത് എങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റും. നമുക്ക് അതിനെ ഒന്ന് ഷോർട്ട് ടൈം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നടന്നിട്ടുള്ളത്, അവർ ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു അസംഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, 2 രീതികളിൽ ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വ്യാപനം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് അവരുടെ 2 പ്രൈം മെത്തേഡുകളാണ്. അതിലൊന്ന് യുദ്ധങ്ങളാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അന്നത്തെ സമ്പന്നവും അല്ലാത്തതുമായ നാട്ടുരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടത്തി ആ മേഖലയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ച രീതികളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ അവരുടെ ചില വാണിജ്യ അധികാരങ്ങൾ പിടിച്ചെടുത്ത മേഖലയിൽ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് ആ നിയമങ്ങളിലൂടെ അവർ പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ പ്രധാനമായും ഈ പറയുന്ന ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായി എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഞാൻ പറയുന്നു, ഒന്ന് യുദ്ധങ്ങൾ വഴി, മറ്റൊന്ന് നിയമങ്ങൾ വഴിയാണ് അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ്
ആധിപത്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായും എങ്ങനെ പറയാം, രണ്ട് രീതിയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒന്ന് യുദ്ധങ്ങൾ വഴിയായിരുന്നുവെങ്കിൽ മറ്റൊന്ന് നിയമങ്ങൾ വഴിയായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കിയ കുറേയധികം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെന്താണ് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയുണ്ട്? ഇപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളായി നമുക്ക് പറയാൻ പറ്റുന്നത് 3 യുദ്ധങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ പറയാം. ഏതൊക്കെയുണ്ട്? ആദ്യമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചു എന്ന് പറയുന്ന യുദ്ധം ഏതാണ്? ആദ്യമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാസി യുദ്ധമാണ്, അല്ലെ? പ്ലാസി യുദ്ധമാണ്. 1757 പ്ലാസിയും അതേപോലെ തന്നെ 1764 ബക്സർ കലാപവും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയതാണ്, അല്ലെ? ബംഗാൾ എന്ന് പറയുന്ന മേഖലയിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ്ദൗളയ്ക്കെതിരെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ഇതൊക്കെ. അതിൽ പ്ലാസി യുദ്ധം അങ്ങനെയാണെങ്കിൽ ബക്സർ കലാപത്തിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു ത്രികക്ഷി സഖ്യമൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലെ അവധ്, മുഗള്, അതേപോലെ ബംഗാൾ ഭരണാധികാരിയുടെ ഒക്കെ ഒരു ത്രികക്ഷി സഖ്യം രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെ നടത്തിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ബക്സർ കലാപം എന്ന് പറയുന്നത്, അല്ലെ? ഈ ബക്സർ കലാപത്തിലൂടെ അല്ലെങ്കിൽ പ്ലാസി ബക്സർ കലാപത്തിലൂടെ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധിപത്യം നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്കൊരു സ്വതന്ത്രമായ ഒരു പ്രദേശത്തിന്റെ ആധിപത്യം ലഭിക്കുന്നത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ബംഗാളാണ്. ബംഗാളിന്റെ ആധിപത്യമാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ പ്ലാസി ബക്സർ കലാപത്തിലൂടെ നേടുന്നത്. ഇനി നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമന കാലഘട്ടം മുതലേ നോക്കാം. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഇങ്ങനെ പുറകെ ഓരോരുത്തരായി വന്നു. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരുടെ നിരയാണ് അങ്ങനെ, അല്ലെ? യൂറോപ്യന്മാരുടെ നിരയാണ് അങ്ങനെ, അല്ലെ? എങ്ങനെ? കടൽ മാർഗം ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നാലെ ഡച്ചുകാർ വന്നു, അതിന് പിന്നാലെ ബ്രിട്ടീഷുകാർ വന്നു, അതിന് പിന്നാലെ ഈ പറയുന്ന പോലെ ഫ്രഞ്ചുകാർ വന്നു, അല്ലെ? ഈ രീതിയിലായിരുന്നു യൂറോപ്യന്മാർ എത്തിയത്. അങ്ങനെ ആദ്യമായി എത്തിയ യൂറോപ്യൻ, കടൽ മാർഗം ആദ്യമായി എത്തിയ യൂറോപ്യൻ എന്ന് പറയുന്ന പോർച്ചുഗീസുകാര് ഇന്ത്യയിലെ, കേരളത്തിലെ മലബാർ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രബല നാട്ടുരാജ്യമായ കോഴിക്കോടാണ് വരുന്നത്, അല്ലെ? സാമൂതിരിയുടെ ആധിപത്യം ഉണ്ടായിരുന്ന കോഴിക്കോട്. അതായത് ഈ കോഴിക്കോട് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമന കാലഘട്ടം മുതലേ അവരെ ഏറ്റവും അധികം പ്രീതിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന സ്ഥലമായ മലബാർ മേഖലയെ അവർ കീഴിലാക്കുന്നതിന് കാരണമാകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്, അല്ലെ? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്. അതുവഴി ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും ഏതൊക്കെയാണ്? ഒന്ന് മലബാർ, മറ്റൊന്ന് കൂർഗ്, മറ്റൊന്ന് ബാരമഹൽ, അല്ലെ? അതേപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ ടിപ്പുവിനെ വധിച്ച് 4ാം മൈസൂർ കലാപത്തിന് ശേഷം, ടിപ്പുവിന്റെ വധത്തിന് ശേഷം മൈസൂരിന്റെ ഒരു വലിയ ആധിപത്യം തന്നെ ആർക്ക് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രബലമായ മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു മറാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത്, അല്ലെ? ആംഗ്ലോ മറാത്ത കലാപങ്ങൾ, 3 ആംഗ്ലോ മറാത്ത കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3 അവസാനം ഈ മറാത്തയുടെ ആധിപത്യവും ഈ ബ്രിട്ടീഷുകാര് നേടിയെടുത്തു. മറാത്തയുടെ ആധിപത്യവും ആര് നേടിയെടുത്തു? ബ്രിട്ടീഷുകാര് നേടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ അവരാഗ്രഹിക്കുന്ന ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായി അവർ ചില നിയമങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് പറയാവുന്ന 2 സുപ്രധാന നിയമങ്ങളാണുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാം, സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമ്മൾ പറയും. സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് ദത്തവകാശ നിരോധന നിയമമാണ്, അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇങ്ങനെ 2 നിയമങ്ങളാണ് ഈ നിയമനിർമ്മാണങ്ങൾ. അതിലിപ്പോ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം, സബ്സിഡറി അലയൻസ് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, അതേപോലെ നമ്മളിപ്പോ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിലബസിലുള്ള തിരുവിതാംകൂർ ചരിത്രം നോക്കിയാല് ഔട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന തിരുവിതാംകൂർ സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടുന്ന കാര്യമൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, ഇല്ലേ? അപ്പോ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഇന്ത്യയിലെ വളരെ പ്രബല നാട്ടുരാജ്യങ്ങളായ ഹൈദരാബാദ്, അതേപോലെ തന്നെ തഞ്ചാവൂര്, ഇൻഡോർ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്, അല്ലെ? ഇൻഡോർ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. ട്രാവൻകൂറിനെ അങ്ങനെ പിടിച്ചെടുത്തൊന്നുമല്ല. ട്രാവൻകൂർ പൊതുവെ ഒരു സാമന്ത രാജ്യം തന്നെയായിരുന്നു. നമുക്ക് ക്ലാസ്സിൽ കഥയായി കേൾക്കുമ്പോൾ അത് വളരെ നന്നായി നമുക്ക് മനസ്സിലാവും.
അതേപോലെ ദത്തവകാശ നിരോധന നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സത്താറ, ഝാൻസി, സംബൽപൂർ, ഉദയ്പൂർ, ജയ്പൂർ ഇങ്ങനെ കുറേയധികം നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തത് ഈ ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരമാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഇത് നിങ്ങളുടെ സ്റ്റഡി ടേബിളുകളിൽ ഇത്തരം മാപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാര്യം നമുക്കിപ്പോ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ ഓരോന്നും വളരെ വിശദമായി പഠിക്കണ്ട എന്നല്ല, വളരെ വിശദമായി പഠിക്കും. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ എപ്പോഴും സറൗണ്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഒരു സ്പേസിൽ ഇത്തരം ചാർട്ടുകൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഇപ്പൊ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് 2 മെത്തേഡ്, വാർ വഴിയും അതേപോലെ തന്നെ ലോ വഴിയും, വാർസ് എത്ര എണ്ണമായിരുന്നു, ലോസ് എത്ര എണ്ണം, നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അല്ലെ. നോട്ടീസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണം, എന്തൊക്കെ നമുക്ക് നോക്കണം എന്ന ഒരു റിമെമ്പർ മെത്തേഡ് നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത്തരം ചാർട്ട് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. ഞാൻ ഒറ്റയടിക്കാണ് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഒരു ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇതിൽ നോക്കേണ്ട കാര്യം പ്ലാസി ബക്സർ കലാപം, അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ സാമൂഹികപരമായ കാരണങ്ങൾ നോക്കണം, സാമ്പത്തികപരമായ കാരണങ്ങൾ നോക്കണം, ഭരണപരമായ പ്രശ്നങ്ങൾ നോക്കണം. ഇതൊക്കെ നമുക്ക് പ്ലാസി ബക്സർ കലാപത്തിൽ പരിശോധിക്കാനുണ്ട്. അതേപോലെ മൈസൂർ കലാപം എന്ന് പറയുമ്പോൾ മൈസൂർ എന്ന് പറയുന്ന മേഖലയെ ബ്രിട്ടൻ പിടിച്ചെടുക്കണമെന്ന അതിയായ ആഗ്രഹം അവർ പുലർത്തുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിന്റെ സാമൂഹികപരമായ കാരണമുണ്ട്, ഭരണപരമായ കാരണമുണ്ട്, സാമ്പത്തികപരമായ കാരണമുണ്ട്. ഇനി മറാത്ത സാമ്രാജ്യമാണെങ്കിലും അത് തന്നെ ബ്രിട്ടീഷ് സാമ്പത്തിക വാണിജ്യ ഭദ്രതയുടെ സുസ്ഥിര പ്രദേശം എന്ന് പറയുന്നത് മറാത്ത സാമ്രാജ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മറാത്തയിൽ അവര് 3 പ്രധാന കലാപങ്ങൾ അവർ നടത്തുന്നത്. ഈ കലാപങ്ങളിലൂടെ എല്ലാം ഓരോരോ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പ്രദേശങ്ങൾ ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ ആയിക്കോട്ടെ, അതേപോലെ ദത്തവകാശ നിരോധന നിയമം പ്രകാരമായിക്കോട്ടെ, ഇത്തരം രീതികളിലെല്ലാം തന്നെ അവർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അപ്പോ ഇനി ഞാൻ ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് നോക്കിക്കേ, പ്ലാസി യുദ്ധത്തിന് മുമ്പേ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ ഏകദേശം ഒരു ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യ അന്ന് വ്യാപിക്കപ്പെട്ട് കിടന്നിരുന്ന മേഖല എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാകിസ്ഥാൻ മേഖലകളെല്ലാം തന്നെ എന്തായിരുന്നു, ഈ പറയും പോലെ ബ്രിട്ടീഷുകാര് വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ എങ്ങനെ പറയാൻ പറ്റും, ഈ പറയും പോലെ നോക്കൂ, ഇതെല്ലാം അന്നത്തെ ഇന്ത്യ ആയിരുന്നു. ഇതെല്ലാം ഈ മേഖലയെല്ലാം അന്നത്തെ ഇന്ത്യയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ എല്ലാം ഇന്ത്യ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ നോക്കിക്കേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിക്കുന്നത് ഈ കാണുന്ന ബംഗാൾ എന്ന നാട്ടുരാജ്യത്തിലാണ് അല്ലെ. ഈ ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം ആദ്യമായി ഉറപ്പിക്കുന്നത്. ഏത് പ്ലാസി ബക്സർ കലാപത്തിലൂടെ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ബംഗാളാണ്. അതിനുശേഷം നമ്മൾ ഓരോരോ കലാപങ്ങൾ പറഞ്ഞു അല്ലെ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഓരോരോ കലാപങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയായി നോക്കിയാൽ വലിയ വിശാലമായ മറാത്ത സാമ്രാജ്യത്തെ നിങ്ങൾക്ക് ഇവിടെയായി കാണാം. ഇവിടെയായി മറാത്തയുണ്ട്. അതിന് തൊട്ടു താഴെയായി മൈസൂർ രാജ്യം ഇവിടെയായി കിടക്കുന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഹൈദരാബാദ് എന്ന രാജ്യം കിടക്കുന്നുണ്ട് അല്ലെ. മറാത്ത സാമ്രാജ്യം ആംഗ്ലോ മറാത്ത കലാപങ്ങളിലൂടെയാണ്. മൈസൂർ എന്ന് പറഞ്ഞാൽ ആംഗ്ലോ മൈസൂർ, 4 മൈസൂർ കലാപത്തിലൂടെ മൈസൂർ പിടിച്ചെടുക്കുന്നുണ്ട്. മൈസൂരിന്റെ വ്യാപനം ഈ പറയുന്ന കേരളത്തിന്റെ മലബാർ മേഖലയിൽ, ഇവിടെ ആയിട്ട് നമ്മുടെ കേരളമുണ്ട്, അവിടെ മലബാർ മേഖലയിലായിട്ട് ഉണ്ടായിരുന്നു. ഇനി ഇവിടേക്ക് നോക്കിയാല് കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ കർണാട്ടിക് എന്ന പ്രദേശം ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റിന് വളരെയധികം എടുത്തു പറയേണ്ട ഒരു മേഖലയാണ്. ഇതായിരുന്നു നമ്മുടെ കർണാട്ടിക് മേഖല എന്ന് പറയുന്നത്. ഈ കാണുന്നതായിരുന്നു നമ്മുടെ കർണാട്ടിക് മേഖല. കർണാട്ടിക് മേഖല പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം ഓർക്കാൻ കഴിയും? കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അല്ലെ. കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച്, കർണാട്ടിക് വാർ അഥവാ കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും അല്ലെ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഓരോ ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് സംഭവം? ബ്രിട്ടനും അതേപോലെ തന്നെ ഫ്രാൻസും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കലാപങ്ങൾ, ഇന്ത്യയിൽ വെച്ച് നടന്ന കലാപങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ
ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് മദ്രാസിലായിരുന്നു. മദ്രാസ് പ്രസിഡൻസി ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ആയിരുന്നു ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആയ പോണ്ടിച്ചേരിയും ഉണ്ടായിരുന്നത്. ഈ രണ്ട് മേഖലകൾ രണ്ടും സിറ്റുവേറ്റ് ചെയ്തത് അന്നത്തെ കർണാട്ടിക് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തായിരുന്നു. അവിടെ ഭരണപരമായ കുറെ ചാർട്ടുകൾ നമുക്ക് അവിടെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഈ സാധനം പരീക്ഷയ്ക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ എളുപ്പമാണ് കർണാട്ടിക് യുദ്ധം പഠിക്കാൻ. അതായത് 1, 2, 3 മാപ്പിലൂടെ കഥ മുഴുവൻ നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു സ്റ്റോറി ത്രെഡാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് ഈ പറയുന്ന കർണാട്ടിക് യുദ്ധം 3 നടന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ യൂറോപ്പിൽ നടത്തിയ ഒരു കലാപത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഇന്ത്യയിൽ നടന്നതാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. എന്നാൽ രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ തികച്ചും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രശ്നത്തിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും യൂറോപ്പിൽ നടന്നൊരു വിഷയത്തിന്റെ പിന്തുടർച്ച പോലെ ഇന്ത്യയിൽ നടന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്പിൽ ഈ പറയുന്ന ഇവിടെ ഇന്ത്യയിൽ കോളനികൾ സ്ഥാപിച്ചിട്ടുള്ള യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടനോ ഫ്രാൻസോ എന്ത് തന്നെ കലാപം യൂറോപ്പിൽ നടത്തിയാലും അവരുടെ കോളനികളിലും എന്ത് സംഭവിച്ചേക്കാം? കലാപങ്ങൾ സംഭവിച്ചേക്കാം. അത്തരം രീതിയിൽ നടന്നിട്ടുള്ള ഒരു കലാപമാണ് ഇത് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെയായി പറയാം. പോർച്ചുഗീസ് ഉണ്ട് അല്ലെ, അവർക്ക് പിന്നാലെ വന്നത് ഡച്ചുകാരായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് പിന്നാലെ വന്നത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് പിന്നാലെ വന്നത് ഫ്രഞ്ചുകാരായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. മേജർ യൂറോപ്യൻസ് അല്ലെ, കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരുന്നത് ആരൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് എന്നിവരായിരുന്നു അല്ലെ. ഈ പറയുന്ന പോർച്ചുഗീസുകാർ ആദ്യം വന്നിട്ട് അതിന് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്നിട്ടും നോക്കിക്കേ, 1947 വരെ ഇന്ത്യ ഭരിച്ചു എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരന് മാത്രം 1947 വരെ ഇന്ത്യ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും അടക്കി ഭരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഒരു ചാപ്റ്ററാണത്. ആ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ ഇന്ത്യയിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ സവിശേഷതയുണ്ട്. അതുപോലെ അവരുടെ നയപരമായ സൈനികപരമായ നീക്കങ്ങൾക്കും അതിൽ പ്രത്യേകതയുണ്ട്. അപ്പോ ബ്രിട്ടൻ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് ബംഗാളിലാണെന്ന് പറഞ്ഞു. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഇത് ബംഗാൾ എന്നുള്ളത്. മൈസൂർ സാമ്രാജ്യം പിടിച്ചപ്പോഴും മറാത്ത സാമ്രാജ്യം പിടിക്കുമ്പോഴും അല്ലെ, കർണാട്ടിക്കിനെ സാമന്തരാജ്യമായി പിടിച്ചടക്കി വെക്കുമ്പോഴും ഹൈദരാബാദിനെ പിടിച്ചടക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലാണ്. ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലാണ്. അതേപോലെ ഇവിടെ എന്താ ഉള്ളത്? അറേബ്യൻ സീ ആണ് അല്ലെ. അതായത് ഇന്ത്യയിലെ സമുദ്ര മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തുറമുഖ സൗകര്യങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നുണ്ട്. ഏത്? അവരുടെ നിയമപരമായ നയത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മിക്കതും ഈ പറയുന്ന കടൽ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഇന്ത്യയിലെ വടക്കൻ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ബ്രിട്ടൻ പിടിച്ചെടുത്തു എന്നറിയാം അല്ലെ. വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു 1857 കലാപം നടക്കുന്നത്. 1857 കലാപം നടക്കുമ്പോൾ 1857 റിവോൾട്ട് നടക്കുമ്പോൾ ആ റിവോൾട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് വടക്കേ ഇന്ത്യ ആണെന്ന് നിങ്ങൾ പറയുന്നു. ജോഗ്രഫിക്കലി ആ മേഖലയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയേ. ജോഗ്രഫിക്കലി ഈ മേഖലയുടെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ ആയിട്ട് നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളുണ്ട്. ഈ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദികളുടെ എക്കൽ നിക്ഷേപപരമായിട്ട് നമ്മുടെ ഇവിടെ എന്തുണ്ട്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഉത്തര മഹാസമതലം അവിടെയുണ്ട്. ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെയും ഇന്ത്യയിലെ ഏറ്റവും കാർഷിക അഭിവൃദ്ധിയുള്ള സമ്പന്നമായ മേഖലകളിൽ ഒന്ന് തന്നെയാണ്. ആ മേഖലകളിലെ എല്ലാം അടക്കി ഭരിക്കാൻ ബ്രിട്ടന് കഴിഞ്ഞു എന്നത് ആ ഒരു നിയമനിർമ്മാണത്തിലൂടെ. എങ്ങനെ നടത്തിയെടുത്തു, എങ്ങനെ അത് വാണിജ്യപരമായി ഭദ്രത ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി പഠിക്കലാണ് HSA പഠനത്തിന് ഏറ്റവും നന്നായി വേണ്ടത്. അപ്പോൾ തീർച്ചയായും മാപ്പുകളും ചാർട്ടുകളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല ഒരു മെത്തേഡാണ്.
ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നൊരു ഐഡിയ ആണ് അല്ലെ. അപ്പോൾ ജോഗ്രഫിക്കലി നമുക്ക് എന്തിനെ പഠിക്കാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹിമാലയൻ എന്ന് പറയുന്ന 3 ഡിവിഷൻസ്, ഹിമാലയയുടെ 3 ഡിവിഷൻസ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന 3 ഡിവിഷൻസ്, ആ ഡിവിഷൻസിലൂടെ നദികൾ ഉത്ഭവിച്ചു വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ നദികൾ എക്കൽ നിക്ഷേപം ഈ പറയുന്ന ഇന്ത്യയുടെ ഉത്തര മേഖലകളിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് നമുക്കറിയാം. ഗംഗ, യമുന നദികളൊക്കെ തന്നെ അങ്ങനെയുള്ളത് നദികളിൽപ്പെട്ടതാണ്. ഇത്തരം നദികളുടെ തീരങ്ങളിൽ വരുന്ന എക്കൽ നിക്ഷേപ ഫലമായി അവിടുത്തെ കാർഷിക അഭിവൃദ്ധിയെ കുറിച്ച് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നു. പക്ഷെ ബ്രിട്ടന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗങ്ങൾ നോക്കിയാലും ഇത്തരം മേഖലകൾ വളരെ ക്രൂഷ്യലായി നമുക്ക് പഠിക്കണം. അപ്പോൾ അവിടെ എന്തൊക്കെ പഠിച്ചു നോക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ അവന്റെ സോഷ്യലി ഉള്ള റീസൺസ്, അവിടുത്തെ എക്കണോമിക്കലി ഉള്ള റീസൺസ്, അവിടുത്തെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഭരണപരമായ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് പഠിക്കണം. ആ ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് HSA പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് വരാൻ പോകുന്ന എക്സാം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാമുകളാണ്. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ്, ആപ്ലിക്കേഷൻ വൈസ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ഭയമായി വരാൻ പാടില്ല. അപ്പോൾ തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ രീതിയിൽ ബന്ധിപ്പിച്ചു പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ബന്ധിപ്പിച്ചു പഠിക്കാനും അതേപോലെ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ മാപ്പ് പ്ലോട്ട് ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റിയാൽ അത് നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ തന്നെ ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് മേഖലകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മളത് കുറച്ച് ടൈം എടുത്തുകൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി, അനായാസം, വളരെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം പഠിച്ചെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഓടി നടന്ന് പഠിക്കുന്നതിലും സിലബസിനകത്ത് നിന്നുകൊണ്ട് പഠിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്തായാലും കാണിക്കണം. നിങ്ങൾക്ക് നല്ല ടൈമുണ്ട്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പരീക്ഷകൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പഠനത്തിന്റെ സമയമാണ്. നന്നായി പഠിക്കാൻ എല്ലാവർക്കും പറ്റണം. അതിനൊരു ചെറിയൊരു പൊടിക്കൈയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇതുപോലെ അധ്യായങ്ങൾ ഡെപ്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റിയാൽ ഡെപ്തിൽ തന്നെ പഠിക്കണം. ഇതുപോലെ മാപ്പ് പഠിച്ചിട്ട് ഇത്രയും പഠിച്ചിട്ട് പോകണമെന്നല്ല എന്ന് പറഞ്ഞത്. ഇതൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നിന്നും അതിനെ വിപുലമാക്കി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ, ഓരോ കാര്യങ്ങളും ഫില്ലപ്പ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അത് ഭയങ്കര ഈസി മെത്തേഡാണ്. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ഉണ്ടാവില്ല, ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന ഒരു രീതി നിങ്ങൾ കൊണ്ടുവരുന്നത് ഒരു മെത്തേഡാണ്, അതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എക്സാമുകൾ വന്നു, എല്ലാവരും തയ്യാറെടുക്കുകയാണ്. നന്നായി പഠിക്കുക. എന്ത് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈലമുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.